വാ മോളെ, വാ നടക്ക. നിനക്കിതെന്ത് പറ്റി? കാളയുടെ വരവ് കൊണ്ട് ഒന്ന് പേടിച്ചോടിയതാ. ഒരു കല്ലി തട്ടി വീണത് മാത്രം ഓർമ്മയുണ്ട്. അതിനാണോ ഇത്രയും പറ്റിയത്? അല്ല, വള വാങ്ങിക്കാൻ വന്ന ഒരു ചേച്ചിയുടെ മുകളിലോട്ടോ ഞാൻ ചെന്ന് വീണത്. പിന്നെ ഒന്നും ഓർമ്മയില്ല. എന്റെ ബോസേ, നാട്ടുകാര് ഒരു കാളിയ മർദ്ദനം നടത്തി. ഓ അയ്യോ, 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 ബോസ് ചവിട്ടി ഔമാരന്റെ കോൺസ്റ്റാന്റ് ഓപ്പണിംഗ് ഇളക്കി കളഞ്ഞു. അടുത്ത് ഇവിടെ എങ്ങാനും ആയുർവേദ ആശുപത്രി ഉണ്ടാവുമോ ബോസ്? മിണ്ടരുത്. കളി തീർന്നിട്ടില്ല. കലാശക്കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അവന്റെ ചോരയും മണ്ണിൽ വീഴാതെ ഞാൻ ഇവിടുന്ന് തിരികെ പോവില്ല. സൂര്യ, നീ ഇവിടെ ഒറ്റയ്ക്കായിരുന്നോ? അവിനാശ് ഇവിടെ? നിന്നെ ഒറ്റയ്ക്കാക്കി പോവാൻ അവൻ എങ്ങനെ മനസ്സ് വന്നു? എന്റെ ചേച്ചി പേടിച്ചത് ഇതുകൊണ്ടാ. സൂര്യ, ഞാൻ എന്തായി കാണുന്നത്? നിന്റെ കൈ അനങ്ങിയോ? ഇത് നീ തന്നെ എഴുതിയതാണോ? ഈ പേന പിടിക്കാനുള്ള ശക്തി നിന്റെ കൈകൾക്ക് തിരിച്ചു കിട്ടിയോ? ഇത് നീ എഴുതിയതാണോ? അവിനാശ് പാവമാണ്, ഒരുപാട് നന്മയുള്ളവനാണ്. നിനക്ക് അവനെ വിശ്വസിക്കാം. ഡിപ്രഷൻ കൊണ്ട് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത് ഞാൻ തന്നെയാണ്. അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇവളെ നല്ലതുപോലെ തന്നെ നീ നോക്കണം. ഇവൾ എണീറ്റാലേ നമുക്കൊരുമിച്ചൊരു ജീവിതം ഉണ്ടാവും. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അതിനാ ഇപ്പൊ ഞാൻ ഉത്തരവാദിയാകാൻ പോകുന്നത്. എനിക്കറിയോ, ഇപ്പൊ സ്വന്തം ഭാര്യയെ കൊല്ലാൻ നോക്കുന്നവൻ അവിനാശ് നിനക്ക് വേണ്ടി. അതുകൊണ്ടാ ഞാൻ അവളെ അമരാവതിയിൽ കൊണ്ടുവന്നേ. അവൻ സൂര്യ കൊല്ലുമെന്നാണോ ചേച്ചി പറയുന്നേ? അതെ. നീ ഇത് വിശ്വസിക്കരുത്. നിന്റെ ചേച്ചി പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത്. ഇത് നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടിട്ടാ.
നീ എന്നെ ഇത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ പിന്നെയും പിന്നെയും നിന്റെ പിന്നാലെ വരുന്ന എന്തുകൊണ്ടെന്ന് അറിയൂ നിനക്ക്? നിന്നോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ. സൂര്യ, അപ്പോ അവിനാശ് പറഞ്ഞത് ശരിയായിരുന്നോ? ഞങ്ങളുടെ സ്നേഹവും ഇഷ്ടവും നീ അംഗീകരിക്കുന്നെന്നല്ലേ ഇതിനർത്ഥം? ഞങ്ങൾ രണ്ടുപേരും ഒന്നാവണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതുവരെ ഞാൻ അവിനാശിനെ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ എനിക്കവന് വിശ്വാസമായി. നീ എന്റെ കണ്ണ് തുറന്നു സൂര്യ. ഇല്ലെങ്കിൽ വെറുത്ത് ഞാൻ അവനെ ഉപേക്ഷിച്ചേനെ. പ്രിയേ, അവിനാശ്, അവിനാശ്, I love you, അവിനാശ്. നീ എങ്ങനെ ഇവിടെ വന്നേ? നിന്റെ ചേച്ചി സമ്മതിച്ചോ? നിന്റെ പദ്ധതിയെല്ലാം അമ്പേ പാളിപ്പോയില്ലൊടി സൂര്യേ. ഞാൻ മോശക്കാരനാണെന്ന് നീ എഴുതി. പക്ഷെ ഇപ്പോ ഞാനത് തിരുത്തി എഴുതി. പ്രിയയെ ഞാനിനി എന്റെ ഭാര്യയാക്കാൻ അധികം താമസമില്ലടി. പ്രിയ, പ്രിയ, സോറി അവിനാശ്, ഐ എം വെരി സോറി. ചേ, നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്? എനിക്കൊരിക്കലും നിന്നെ വെറുക്കാൻ കഴിയില്ല പ്രിയ. വേറെ ഒരു സോറി കൊണ്ട് നിന്റെ മനസ്സിൽ ഞാനുണ്ടാക്കിയ വേദന മാറില്ലെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് നിന്നെ വേദനിപ്പിച്ചവളാ ഞാൻ. നീ ഇത് കണ്ടോ? സൂര്യ എഴുതിയതാ ഇത്. ഇത് സൂര്യ എഴുതിയാണോ? സൂര്യ, നീ ഇത്രയ്ക്ക് മാറിപ്പോയോ? ഞങ്ങളൊന്നാവാൻ നിനക്ക് ഇത്രയ്ക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു സൂര്യ.
ഈ കാരണമാണ് പ്രിയയെ എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടിയത്. പ്രിയയ്ക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി. ഇതിനൊക്കെ ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയും? ഉപേക്ഷിച്ച് ത്യാഗം ചെയ്യാൻ നിന്നെപ്പോലെ അപൂർവം ചിലർക്കേ കഴിയും. യു ആർ ഗ്രേറ്റ് സൂര്യ, യു ആർ ഗ്രേറ്റ്. പ്രിയ സൂര്യന്റെ ഭാര്യ. അവളോട് എനിക്ക് സ്നേഹമില്ലെന്നിട്ടല്ല, പക്ഷെ അവക്ക് പിരിഞ്ഞു പോകാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാ ഞാൻ നിന്നെ സ്നേഹിച്ചതും നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. പക്ഷെ അതൊന്നും നിന്റെ ചേച്ചിക്ക് ഇഷ്ടമായില്ല. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് നിന്റെ ചേച്ചി നമ്മള് വേർതിരിക്കാൻ നോക്കി. സൂര്യയുടെ മനസ്സെന്താണെന്ന് നീ നേരിട്ട് കണ്ടില്ല. ഇനി പറ, കള്ളം പറഞ്ഞത് ഞാനാണോ അതോ നിന്റെ ചേച്ചിയാണോ? നിന്റെ ചേച്ചിയെ നീ അന്ധമായിട്ട് വിശ്വസിച്ചു. പക്ഷെ അവളോ? നിന്നെ ഒരിക്കലും ഒരു അനിയത്തിയായിട്ട് അവൾ കണ്ടിട്ടില്ല. രണ്ടാനമ്മയുടെ മകളായിട്ടേ അവള് കണ്ടിട്ടുള്ളൂ. അവൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ നിനക്ക് കിട്ടുന്നത് ഒരിക്കലും ജ്യോതിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അവള് ബുദ്ധിപൂർവ്വം നമ്മളെ തമ്മിൽ പിരിക്കാൻ നോക്കി. ഇപ്പോ നീ സത്യം മനസ്സിലാക്കി. എനിക്കിതും മതി. ഐ ലവ് യു പ്രിയ. ഇതും കൂടെ അങ്ങ് പിടിപ്പിരി വെളിച്ചപ്പാടെ ഒരു ഊർജം വരട്ടെ. അതിങ്ങോട്ടെ. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആരും എന്നെ ഇങ്ങനെ സൽക്കരിച്ചിട്ടില്ല. ദേവി, ഈ ഭക്തരെ അനുഗ്രഹിക്കണേ. ഒരെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെ കിടത്ത്. കിടത്തും, കിടക്കും, കിടത്തിയിരിക്കും.
ദേവി ആ കാളി ഇതെവിടുന്നാ വന്നത്? ഒറ്റ നിമിഷം കൊണ്ട് അത് എങ്ങോട്ട് അപ്രത്യക്ഷമായത്? എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഉഫ്. ദേവി എന്തോ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേവി കാത്തോളണേ. ബോസ്, ഇനി എന്താ പ്ലാൻ? അവസാനത്തെ കളിക്കുള്ള മേളം മുഴങ്ങാൻ സമയമായി. ഈ ഉടവാള് കൊണ്ട് അവന്റെ തലയരിഞ്ഞ് താഴെയിടുമ്പോ ശിരസറ്റ് കബന്ധം പിടയ്ക്കുന്നതിന്റെ ഉന്മാദ താളം പ്രിയമോളെ, നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? സൂര്യക്ക് എങ്ങനെയുണ്ട്? അവിനാശ് പാവമാണ്, ഒരുപാട് നന്മയുള്ളവനാണ്. നിനക്ക് അവനെ വിശ്വസിക്കാം. ഡിപ്രഷൻ കൊണ്ട് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത് ഞാൻ തന്നെയാണ്. എന്തു പറ്റി പ്രിയമോളെ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ച് പറ എന്റെ പ്രിയമോളെ. ഇനി തെളിച്ച് തന്നെ ചോദിക്കാം. ചേച്ചി എന്നെ എങ്ങനെയാ കാണുന്നത്? ഞാൻ ചേച്ചിയുടെ ആരാ? നീ എന്താ ചോദിച്ചേ? ഒരമ്മ പെറ്റതല്ലെങ്കിലും അതിനേക്കാൾ സ്നേഹമുള്ള കൂടെപ്പിറപ്പായിട്ട് എന്നെ കാണുന്നതെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ചേച്ചി എങ്ങനെയാ എന്നെ കാണുന്നതെന്ന്. പ്രിയമോളെ, നിനക്കിത് എന്താ പറ്റിയേ? പരസ്പര ബന്ധമില്ലാതെ നീ എന്തൊക്കെ കാര്യങ്ങൾ ഈ പറയുന്നേ? സത്യം ചിലപ്പോഴൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. ആ വേദനയാ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. വേറെ ഒരു രണ്ടാനമ്മയുടെ മകളായിട്ടാ ചേച്ചി എന്നെ കാണുന്നത് അല്ലേ? എന്ത് നോക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടിട്ട് അർത്ഥം മനസ്സിലായില്ലേ? എന്താ അടിക്കാത്തെ? ഇതുവരെ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇനിയില്ല. എന്തിനാ നിങ്ങൾ എന്നെ അവിനാശിനും തമ്മിൽ വേർപിടിക്കാൻ നോക്കിയത്? ഒന്ന് അമരാവതി വരെ പോയിട്ട് വന്നപ്പോ നീ ഇത്രയ്ക്ക് അങ്ങോട്ട് മാറിയോ? പറടിയേ, നിന്നെ ഞാൻ പിന്നെ എങ്ങനെയാ കരുതിയത്? ഒരു ചേച്ചിയായിട്ടല്ല, ഒരു അമ്മയുടെ സ്നേഹം കൂടി നിനക്ക് ഞാൻ തന്നിട്ടില്ലേ? ഒരേ വയറ്റിൽ പിറന്നതല്ലെങ്കിലും നീ എന്റെ പ്രാണനല്ലേ? കുഞ്ഞുനാൾ മുതൽ നിന്നെ കൈ പിടിച്ച് നടത്തി നിന്റെ കൂടെ നടന്നവളുമല്ലേ ഈ ചേച്ചി? എനിക്കൊരു ഉരുള വാടിത്തരാതെ ഞാൻ എന്തെങ്കിലും ആഹാരം പോലും കഴിച്ചിട്ടുണ്ടോ പ്രിയമോളെ? നിന്നെ ചേർത്ത് പിടിച്ചല്ലേ ഞാൻ എന്നും ഉറങ്ങിയിട്ടുള്ളൂ. നിനക്ക് വേണ്ടിയല്ലേ മോളെ ഞാൻ എന്റെ ജീവിതം പോലും മാറ്റിവെച്ചത്.
കൊള്ളാം. വാരി തന്നതിന്റെയും കൂടെ കിടത്തിയതിന്റെയും കണക്ക് പറയുന്നത് എന്തിനാന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. എന്റെ ജീവിതം തകർക്കാനായിരുന്നില്ലേ ഈ കണക്കുകളെല്ലാം പറഞ്ഞത്? എന്നെ അവിനാശിനെ തമ്മില് നിങ്ങൾ മനഃപൂർവ്വം പിരിക്കാൻ ശ്രമിക്കല്ലേ? ഡിപ്രഷൻ കാരണം സൂര്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോ അത് വെച്ച് അവിനാശിനെ നിങ്ങൾ കൊലപാതകയാക്കാൻ ശ്രമിച്ചു. ഡിപ്രഷനോ? ആർക്ക്? സൂര്യക്കോ? ആര് പറഞ്ഞു ഈ കഥ നിന്നോട്? ഓ, അവിനാശ് തന്നെ പറഞ്ഞതായിരിക്കും അല്ലേ? ഒന്നും നീ ഓർത്തു പ്രിയമോളെ, ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുന്ന നീ കേട്ടിട്ടുണ്ടോ? നിന്റെ മുമ്പിൽ സ്നേഹത്തിന്റെ കൊടുമുടി പോലെ വളർന്നു നിൽക്കുന്ന അവിനാശ് ഒരു പക്ക ക്രിമിനലാ. നിന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പിശാചാവൻ. സൂര്യക്കൊരിക്കലും ഡിപ്രഷൻ ഉണ്ടായിട്ടേ ഇല്ല. അവൻ മെനഞ്ഞുകൂട്ടി പറഞ്ഞു തന്ന കഥകളിൽ നീ വീണു പോകരുത്.